ലാസ്റ്റ് നമ്മൾ പോർഷൻ എൻഡ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ് മിക്സ് വേരിയബിൾസ് വെച്ചിട്ടാണ്. സോ എല്ലാവരും അസൈൻമെൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഓർക്കുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവണം. ഇനി നമ്മൾ പുതിയ പോർഷനിലേക്ക് മാറുകയാണ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളുടെ ഓണം വെക്കേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പോർഷൻസ് എല്ലാം ലാസ്റ്റ് ലെക്ചറിലൂടെ, നമ്മുടെ ഓണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ലെക്ചറിൽ ഞാൻ പറയും. സോ ആഫ്റ്റർ ദാറ്റ് എക്സാം ഉണ്ടാവും. എക്സാം ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ ഓരോ എക്സ്ക്യൂസസ് ഒന്നും പറയരുത്. ഓക്കെ ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്? ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ടു എ പ്രൊഡക്റ്റ് അവൈലബിൾ ഫോർ സെയിൽ. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റിനെ ഇന്നോവേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്, കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ആൻഡ് നേച്ചർ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റ് എങ്ങനെയാണെന്നറിയണം, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണെന്നറിയാം, നമ്മുടെ കസ്റ്റമറിന് എന്താണ് വേണ്ടത് വേണ്ടാത്തത്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകും. അവരെന്തായിരിക്കും വാങ്ങുക, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. പ്രൊഡക്റ്റ് ക്യാൻ ബി ടാഞ്ചിബിൾ ഓർ നോട്ട്. ചില പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടി നമ്മളൊരു പുതിയ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് ടാഞ്ചിബിൾ ആയിരിക്കും. ബട്ട് ചിലപ്പോൾ നമ്മളൊരു സർവീസ് കൊടുക്കുന്നു. ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളതൊരു സർവീസാണ്. ബട്ട് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ചെയ്യുന്നില്ലേ, അത് അവരുടെ ഒരു ന്യൂ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയാണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. നമുക്ക് തൊട്ടറിയാൻ പറ്റുമോ ക്ലാസ്സസ്? ഇല്ലല്ലോ, അത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. ദിസ് ഈസ് വാട്ട് ഈസ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ, എന്തിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്? ലോങ് ടേം പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്തിന് വേണ്ടി. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, ഒരു ന്യൂ പെർഫ്യൂം ലോഞ്ച് ചെയ്തു. ബട്ട് അതിന് നാളെ തന്നെ സെയിൽ കിട്ടണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ആൾക്കാരൊക്കെ അറിഞ്ഞ് ദേ ഷുഡ് ഗെറ്റ് അക്കസ്റ്റഡ് വിത്ത് ദാറ്റ്. ആ പ്രൊഡക്റ്റ് നല്ലതാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയാൽ മാത്രമേ കസ്റ്റമേഴ്സ് വാങ്ങുള്ളൂ. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോങ് ടേം പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. ഇറ്റ് റെഡ്യൂസ് മാർക്കറ്റേഴ്സ് ഡിപ്പെൻഡൻസ് അപ്പോൺ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്സ് ഓഫ് മാർക്കറ്റ്. ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ പ്രതീക്ഷിച്ച് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിലൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഇപ്പം ഒരു പ്രീമിയം കാറാണെങ്കിൽ നമ്മളുടെ വിശ്വാസം അത് ആകെ ഒരു ഹൈ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടി മാത്രം ഡിസൈൻഡ് ആണെന്ന് വരും. സോ ഇഫ് വി ആർ ടേണിങ് ഇൻ ടു ആ ഒരു കമ്പനി തന്നെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ് വിച്ച് ഇസ് ലെസ് കോസ്റ്റ്ലിയർ ദാൻ ദി പ്രീമിയം വേർഡ്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ദേ ക്യാൻ റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ദ പ്രിവിലേജ് കസ്റ്റമേഴ്സ്. ആ പ്രിവിലേജ് കസ്റ്റമേഴ്സ് അല്ലാതെ ലോക്കൽ കസ്റ്റമേഴ്സിനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സോ ഇറ്റ് റെഡ്യൂസസ് ദ മാർക്കറ്റേഴ്സ് ഡിപ്പെൻഡൻസ് അപ്പോൺ എ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്. തേർഡ്, എൻഷുറിങ് ദ മാർക്കറ്റർ ടു കോമ്പീറ്റ് ഇൻ എ ന്യൂ ആൻഡ് ഡെവലപ്പിംഗ് സെഗ്മെൻറ്റ് ഓഫ് എ മാർക്കറ്റ്. ഒരു പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ക്രിയേഷനൊക്കെ അവിടെ നടക്കും. മാർക്കറ്ററിന് കുറച്ചുകൂടെ എന്തൂസിയാസിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പഴയ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിനെ എത്രത്തോളം ആ മാർക്കറ്ററിന് ഇൻഫ്ലുവൻസ് ചെയ്യാം. Here he can or they can introduce new techniques to attract those new segment of market. And the fourth one, ensuring that the product mix matches with the changing environmental condition. എപ്പോഴും ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ മാറണം. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കമ്പനി എപ്പോഴും ഇന്നൊവേറ്റീവ് ആയിരിക്കണം, എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. എന്തൊക്കെ ചേഞ്ചസ് ആണ് എൻവയോൺമെൻറ്റിൽ നടക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഓരോ പ്രൊഡക്റ്റും. സോ ഹീ ഷുഡ് എൻഷുർ ദാറ്റ് ദ പ്രൊഡക്റ്റ് മിക്സ് വിൽ മാച്ച് വിത്ത് ദി environmental changes. Then fully utilizing existing unutilized capacity. ചിലപ്പം നമ്മളൊരു പ്രീമിയം കസ്റ്റമറിനെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ പല റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണ്ടാവില്ല. ചിലപ്പം ഒരു റിസോഴ്സ് വെച്ച് മാത്രമായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്നത്. ബട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വേറെ റിസോഴ്സ് ഉണ്ട്. സോ വി ആർ യൂസിങ് ദാറ്റ് അൺയൂട്ടിലൈസ്ഡ് റിസോഴ്സസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. വാട്ട് ആർ ദി? long-term profit and growth, reducing the market dependence on a single segment, ensuring to compete in a new environment or new segment, then product mix match with the changing environment condition or changing that same, and last, fully utilizing the existing unutilized capacity or resources. ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്.
ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഏതൊക്കെ സ്റ്റെപ്സിലൂടെ പോയാലാണ് ഫൈനലായിട്ട് നമുക്ക് പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ആദ്യം നമ്മളൊരു ഐഡിയ വേണം. ഏത് പ്രൊഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് സെഗ്മെൻറ്റിലാണ്, അങ്ങനെ നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്ക്രീൻ ദ ഐഡിയ. ഈ ഐഡിയ ഫീസിബിൾ ആയിട്ടുള്ളതാണോ അതോ ഫീസിബിൾ അല്ലേ എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലാണോ അല്ലയോ എന്നതും നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് ദ സ്ക്രീനിങ് ഓഫ് ഐഡിയാസ്. പല പല ഐഡിയാസ് ഉണ്ടാവും. ആദ്യം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊരു മാനുഫാക്ചർ വിചാരിക്കുക. അതൊരു കോസ്മെറ്റിക് മാനുഫാക്ചർ ആണെന്ന് വെച്ചോ. അപ്പം ലിപ്സ്റ്റിക് ആണ് പുള്ളിക്കൊരു ഐഡിയ കിട്ടുന്നത്. ഫേസ് ഗ്ലോസിനുള്ള കുറച്ച് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ലിപ്സ്റ്റിക് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക് വേണോ, ലിപ് ഗ്ലോ വേണോ, അങ്ങനെ പല പല ഐഡിയാസ് ഉണ്ടാവും. അതിൽ ഏത് ഐഡിയ ആണ് പുള്ളി സെലക്ട് ചെയ്യേണ്ടതെന്ന് ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സ്ക്രീൻ ചെയ്യും. ഇതിലേതായിരിക്കും ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് എന്ന് സ്ക്രീൻ ചെയ്തെടുക്കണം. തേർഡ്, ബിസിനസ് അനാലിസിസ്. ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് പോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടാവുമല്ലോ. ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, അതിന് മാർക്കറ്റ് കപ്പാസിറ്റി ഇപ്പോൾ എത്രയാണ്, ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ടോ, ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നമ്മളിലേക്ക് വരത്തില്ലേ എന്നുള്ള ഒരു അനാലിസിസ് ചെയ്യണം. ആൻഡ് ഫോർത്ത് വൺ, കൺസെപ്റ്റ് ടെസ്റ്റിംഗ്. കൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു റിലേഷൻഷിപ്പ് നോക്കുക. കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റ് ടു ദ ഐഡിയ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. നമ്മുടെ കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണോ നമ്മുടെ പ്രൊഡക്റ്റ് എന്നത് കണ്ടുപിടിക്കുകയാണ്. അതൊരു കൈൻഡ് ഓഫ് റിസർച്ചാണ്. നോർമലി എപ്പോഴും കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വേണം ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും കസ്റ്റമറിന് ഇഷ്ടമുള്ളതാണോ നോക്കണം. അപ്പോൾ അതിന് ഒരു റിസർച്ച് വേണം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കുറച്ച്, അതാണ് താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ജഡ്ജ് പോസിബിലിറ്റി ഓഫ് സക്സസ്. നമ്മളുടെ ന്യൂ ഐഡിയ സക്സസ് ആകുമോ എന്നുള്ള പോസിബിലിറ്റി കൺസെപ്റ്റ് ടെസ്റ്റിങ്ങിലൂടെ അറിയാം. ടു ഇവാലുവേറ്റ് ദ റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് പ്രപ്പോസൽ. പല പല പ്രൊഡക്റ്റ് പ്രപ്പോസൽസ് ഉണ്ടാവും. അതിൻ്റെ ഏതാണ് റിലേറ്റീവ് മെറിറ്റ്, ഏറ്റവും കൂടുതൽ മെറിറ്റ് കിട്ടുന്ന ഏത് കൺസെപ്റ്റിനാണെന്ന് കണ്ടുപിടിക്കാം. ടു ഡിറ്റർമിൻ വെദർ ടു മോഡിഫൈ ഓർ അബാൻഡൻ ദ പ്രൊഡക്റ്റ് ഐഡിയ. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഐഡിയ മൊത്തത്തിൽ ഒഴിവാക്കണോ അതോ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതിയോ എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. ദെൻ ടു ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദി പൊട്ടൻഷ്യൽ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിൻ്റെ സൈസ് എത്രയാണ്, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, കസ്റ്റമർ ബേസ് എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് ഈ റിസർച്ചിലൂടെ അറിയാം. ടു ഗൈഡ് ദ മാനേജ്മെൻറ്റ് ടു അഡോപ്റ്റ് സ്യൂട്ടബിൾ മാർക്കറ്റിംഗ് പോളിസീസ് ഇൻ അഡ്വാൻസ്. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാരും വാങ്ങാൻ പോകില്ല. അതിന് ബെസ്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യണം. സോ ബിഫോർ ദ പ്രൊഡക്റ്റ് ലോഞ്ച് ഇറ്റ് സെൽഫ് വി വോണ്ട് ടു select what will be the marketing ideas we will use for the promotion of the product. അതൊക്കെയാണ് നമ്മൾ കൺസെപ്റ്റ് ടെസ്റ്റിങ്ങിലൂടെ മനസ്സിലാകുന്നത്. ഫസ്റ്റ് വൺ, ഐഡിയ ജനറേഷൻ. ഐഡിയ പലയിടത്തുനിന്ന് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും സോഴ്സസ് ഉണ്ടാവും ഐഡിയാസിന്. അതിൽ നിന്ന് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. അതിൽ ബ്രെയിൻ സ്റ്റോമിങ് സെഷനൊക്കെ വെച്ചായിരിക്കും ഐഡിയ എടുക്കുന്നത്. പല ആൾക്കാരിൽ നിന്ന് പല കാര്യങ്ങളൊക്കെ എടുത്ത് അതിലെ ബെസ്റ്റ്. ആൻഡ് സ്ക്രീനിങ് ദ ഐഡിയാസ് ഓൾറെഡി സ്യൂട്ടബിൾ ആയത് ചിലപ്പം അതൊരിക്കലും ഫീസിബിൾ ആണോ അല്ലയോ അത് കണ്ടുപിടിക്കുക. ദെൻ ബിസിനസ് അനാലിസിസ് കണ്ടുപിടിക്കുന്നു. ആൻഡ് ലേറ്റർ കൺസെപ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നു. ആൻഡ് ഫൈനൽ, ഡെവലപ്പിംഗ് ദ പ്രൊഡക്റ്റ് ഐഡിയ. ഇവിടെ നമ്മുടെ ഐഡിയ ജസ്റ്റ് ഒരു വേഗമായിട്ടുള്ളൊരു പിക്ചറായിരുന്നു. അത് നമ്മളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നതിനെയാണ് ഡെവലപ്പിംഗ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പൈലറ്റ് മോഡൽ ഉണ്ടാക്കും. ഒരു പൈലറ്റ് മോഡൽ എന്ന് വെച്ചാൽ ഒരു ചെറിയ 1-2 സാമ്പിൾസ് ഉണ്ടാക്കും. എന്നിട്ട് അത് മാർക്കറ്റിൽ സെല്ലാവുന്നുണ്ടോ എന്ന് നോക്കും. ഈ സ്റ്റേജ് സ്റ്റേജിലെ എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് ദ പ്രൊഡക്റ്റ് ഐഡിയ ഇസ് കോൾഡ് ദ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. At this stage of development of the product from the idea to the physical form takes place. ഇവിടെയാണ് ഫിസിക്കൽ ഫോമിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഐഡിയ ഡെവലപ്പിംഗ് ദ പ്രൊഡക്റ്റിനെ നമുക്ക് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്നും പറയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ടാക്കും ഓരോ പ്രൊഡക്റ്റിന്. അതിനുശേഷം അത് നമ്മുടെ പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്യും വിത്ത് ദി ചെയിൻ സ്പെസിഫിക്കേഷൻ. നമ്മളുടെ ഇഷ്ടമുള്ള സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും. കംപ്ലീറ്റിംഗ് ദ ലബോറട്ടറി വാലുവേഷൻ ആൻഡ് സെൻഡിങ് ദ പ്രൊഡക്റ്റ് ഫോർ ടെസ്റ്റിംഗ്. ഇതും കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റിങ്ങിന് കൊടുക്കും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുന്ന ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അതിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ടുള്ള. ഞാൻ ഒരു ചെറിയൊരു ഐഡിയ തരാം, ബട്ട് എന്താണതെന്നുള്ളത് നിങ്ങൾ നോക്കണം. സോ ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്.
It means placing the new product in a few selected market with a view to identify whether the product performs up to the promise of the product concept. നമ്മളുടെ ആ പ്രൊഡക്റ്റ് നമ്മളുടെ ഉദ്ദേശത്തിനനുസരിച്ച് മാറിയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. ഓക്കെ, അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ യു ഷുഡ് റെഫർ. ദെൻ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് മീൻസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ എ സെലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് മാർക്കറ്റ് ഓൺ ലിമിറ്റഡ് സ്കെയിൽ വിത്ത് എ വ്യൂ ടു സ്റ്റഡി ദ റെസ്പോൺസ് ഓഫ് ദ കസ്റ്റമർ ടുവേർഡ്സ് ദ പ്രൊഡക്റ്റ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിലേക്ക് അത് എത്തിച്ചിട്ട് നോക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഷാമ്പുവിൻ്റെയൊക്കെ സാഷേ കാണത്തില്ലേ, അപ്പോൾ ആദ്യം ഷാമ്പു ഒക്കെ ഉണ്ടാകുന്ന സാഷേ ആയിരിക്കും. എന്നിട്ട് അതങ്ങോട്ട് മാർക്കറ്റിലേക്ക് വയ്ക്കുമ്പോൾ മാർക്കറ്റിൽ അത് സെയിലാവുന്നുണ്ടോ, അതിന് ഡിമാൻഡ് ഉണ്ടോ എന്നനുസരിച്ച് നമ്മൾ ചിലപ്പോൾ വലിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഡവിൻ്റെയൊക്കെ സാഷേ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ അത് വലിയ വലിയ ബോട്ടിൽസായി. ബിക്കോസ് ഇറ്റ് ഗെയിൻ സം ഇൻഫ്ലുവൻസ് ഇൻ ദ പീപ്പിൾ. സോ അതാണ് ടെസ്റ്റ് മാർക്കറ്റ്. അതിനും കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ യുവർ അസൈൻമെൻറ്റ് ഫോർ ദ ഡേ ഈസ് ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റിലെ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്, പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാട്ട് ഇസ് ദാറ്റ്. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കൊമേഴ്ഷ്യലൈസേഷൻ. ഇറ്റ് ഈസ് എ ലാസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ടെസ്റ്റ് മാർക്കറ്റിംഗ് ഇസ് പോസിറ്റീവ്, നമ്മുടെ ടെസ്റ്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞു, പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞത് പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ എ ലാർജ് സ്കെയിൽ. നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിൽ ഒരു സ്മോൾ സ്കെയിലായിട്ട് ഉണ്ടാക്കുന്നു, സാഷേ ആയിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് കൊമേഴ്ഷ്യലൈസേഷൻ. പിന്നെ അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതിന് പതുക്കെ പ്രോഫിറ്റിലേക്ക് എത്താവുന്നതാണ്. ദീസ് ആർ ദി സ്റ്റേജസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. വാട്ട് ആർ ദി? ഐഡിയ ജനറേഷൻ, സ്ക്രീനിങ് ദ ഐഡിയാസ്, ബിസിനസ് അനാലിസിസ്, കൺസെപ്റ്റ് ടെസ്റ്റിംഗ്, development of the product idea, testing the product testing, test marketing and commercialization. Okay, so moving on to, ഇപ്പോൾ നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു, കൊമേഴ്ഷ്യലൈസും ചെയ്തു, എന്നിട്ടും പ്രൊഡക്റ്റ് ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വരും. എല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ പ്രൊഡക്റ്റും ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ പല പ്രൊഡക്റ്റുകളും നഷ്ടത്തിലോടുന്നു, അങ്ങനെ ആ പ്രൊഡക്റ്റ് നിർത്തി വയ്ക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതിനെന്തൊക്കെയാണ് കാരണങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദി? ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രൊഡക്റ്റ് യുണീക്നെസ്. ചിലപ്പോൾ പ്രൊഡക്റ്റ് യുണീക്കായിരിക്കത്തില്ല. എപ്പോഴും നമുക്ക് ഒരു കസ്റ്റമറിന് വേണ്ടത് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ബാക്കി പ്രൊഡക്റ്റിൽ നിന്ന് അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആ മാർക്കറ്റിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. എ പ്രൊഡക്റ്റ് ക്യാൻ ബി കോൾഡ് യുണീക്ക് when it satisfy a new function, ഒരു പുതിയൊരു ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ റിലയൻസ് ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ നമുക്കെന്താ, ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ജിയോയുടെ മോഡം വന്നു, കുഞ്ഞ് ഹാൻഡി ആയിട്ടുള്ളൊരു മോഡം വന്നു. പക്ഷേ ആദ്യം അവരെന്ത് ചെയ്തു? ആദ്യം അവർ പ്രൈസ് കുറച്ച് അങ്ങ് വിറ്റു. ടെസ്റ്റ് ചെയ്ത് നോക്കി, ആൾക്കാരുടെ മനസ്സിൽ ഇത് കയറി. അതിനുശേഷം നമ്മളോട് ഇപ്പോൾ എത്ര എമൗണ്ട് പറഞ്ഞാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. മോഡും എല്ലാവരുടെ കയ്യിലുണ്ട്, സിമ്മും എല്ലാവരുടെ കയ്യിലുണ്ട്. സോ വി വിൽ പേ ദ മണി. സോ അതൊരു സ്പെഷ്യൽ ഫങ്ഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഒരു ഹാൻഡി ആയിട്ടുള്ള മോഡം കൊണ്ട് നടക്കുക, അതൊരു ന്യൂ ഫങ്ഷനല്ലേ, ഇതുവരെ ആരും ചെയ്യാത്തൊരു ന്യൂ ഫങ്ഷനാണ് അവർ തന്നത്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ വേറെ സിം ഇട്ടിട്ടുള്ള ഒരു ഹാൻഡി മോഡമായിരുന്നു. ഹാൻഡി അല്ല, അത് സിസ്റ്റത്തിൽ കുത്തിയാലേ നമുക്ക് മോഡമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഹാൻഡി, നമുക്ക് ബ്ലൂടൂത്ത് പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് എ ന്യൂ ഫങ്ഷൻ. ദെൻ ഇറ്റ് സാറ്റിസ്ഫൈ എ എക്സിസ്റ്റിംഗ് ഫങ്ഷൻ ഇൻ ന്യൂ വേ. ഇതും അങ്ങനെ തന്നെയായിരുന്നു. ഒരു എക്സിസ്റ്റിംഗ് ഫങ്ഷനാണ്, നെറ്റ് പ്രൊവൈഡറാണ്, പക്ഷേ ഒരു വ്യത്യസ്തമായ വേയിൽ ഹാൻഡി ആക്കിയിട്ട്. സോ it satisfy the customers. Then its price and performance give it an advantage over the competitive product. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. സിമ്മിന് ചാർജ് ഇല്ല, ഫ്രീ വൈഫൈ എന്ന രീതിയിലാണ് ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇറ്റ് വാസ് ഓൾവേസ് ഗിവിങ് ബെറ്റർ പെർഫോമൻസ് ആൻഡ് പ്രൈസ് ആസ് കമ്പയർ ടു ദ അതർ പ്രൊഡക്ട്സ്, കോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ്. ഇതൊക്കെയാണ് ലാക്ക് ഓഫ് പ്രൊഡക്റ്റ്. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഡക്റ്റ് യുണീക്ക് അല്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ, പുവർ പ്ലാനിങ് എന്താണ്? ഓർഗനൈസേഷൻ മസ്റ്റ് ഫോർമുലേറ്റ് എഫിഷ്യൻറ്റ് പ്ലാൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് റെസ്പോൺസ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഇൻ എവറി സ്റ്റേജ് ആൻഡ് ആസ്പെക്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ലൈഫ്. പ്ലാനിങ് നല്ലതല്ല. ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്യണം. ഇപ്പം റിലയൻസിൻ്റെ നമുക്ക് ജിയോ വെച്ച് തന്നെ ഫുൾ എക്സാമ്പിൾ പറയാം. ആദ്യം ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം
എന്തായിരിക്കണം ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്താ ചെയ്തത് അവർ ആദ്യം ഒരു പെനട്രേഷൻ സ്ട്രാറ്റജി ചെയ്തു. ഉള്ളിലോട്ട് കയറാൻ വേണ്ടി അവർ എമൗണ്ടൊക്കെ അങ്ങ് കുറച്ചു. എല്ലാവരുടെയും മനസ്സിൽ ജിയോ വാങ്ങൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പതുക്കെ അവർ പതുക്കെ ചാർജസ് കൂട്ടാൻ തുടങ്ങി. അവർ മെസ്സേജസ് അയച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ മാർക്കറ്ററിൻ്റെ കയ്യിൽ. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഇങ്ങനെ ഇടാം എന്നിട്ട് നോക്കാം എന്ന രീതി ചിന്തിച്ചാലും ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ആവില്ലായിരുന്നു. നെക്സ്റ്റ് വൺ, പുവർ ടൈമിങ്. നമ്മൾ ഈ മാർക്കറ്റിലേക്ക് കയറുന്ന ടൈം അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഒരു നെറ്റ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ നെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ജിയോയ്ക്ക് പറ്റി. അത് ആ ടൈമിൽ അത്ര ഡിലേ ആയിരുന്നു നെറ്റ്വർക്കിനൊക്കെ. ആ സമയത്താണ് നമ്മൾ ജിയോ എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത്. സോ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴാണെങ്കിലും ഫുള്ളി നെറ്റ്വർക്ക് ബേസാണ് നമ്മളുടെ എഡ്യൂക്കേഷനും വർക്കും ഒക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒരു നല്ല നെറ്റ് പ്രൊവൈഡറിലേക്ക് മാറിയില്ലേ. ഇപ്പോൾ ജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല നെറ്റ് പ്രൊവൈഡറിലേക്ക് മാറിയില്ലേ. അപ്പോൾ അതുപോലെ ബെസ്റ്റ് ടൈമിലായിരിക്കണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, മിസ്ഗൈഡഡ് എന്തൂസിയാസം. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ കേപ്പബിലിറ്റിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക. നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ എന്തിട്ടാലും ആൾക്കാർ വാങ്ങും, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താലും ആൾക്കാർ വാങ്ങും. അല്ലെങ്കിൽ അവരുടെ അത്ര നല്ലതൊന്നുമല്ല നമ്മുടെ വരുമ്പോൾ നമ്മളായിരിക്കും അവരെ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് വേണം. ബട്ട് ഓവർ കോൺഫിഡൻസും ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ഫെയിലിയർ ആക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി, നമ്മൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും കൊടുക്കണ്ട, our product will be established എന്ന് ഒരു മിസ്കൺസെപ്ഷൻ വരും. ഇറ്റ് വിൽ ലീഡ് ടു ഫെയിലിയർ ഓഫ് ദ പ്രൊഡക്റ്റ്. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ഡെഫിഷ്യൻസി. ചിലപ്പോൾ ചില പ്രൊഡക്റ്റിന് ഡെഫിഷ്യൻസി പ്രോബ്ലംസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷേ ചില ടൈമിൽ ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും 1-2 ഡിഫക്റ്റ് വരും. ഏതെങ്കിലും 1-2 ഡിഫക്റ്റ് മതി ടോട്ടൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ. ഇപ്പം ഒരു കാർ മോഡൽ ഇറക്കിയെന്ന് വെച്ചാൽ ബെലേനോ എന്ന് പറഞ്ഞ കാർ മോഡൽ വന്നു. അത് ഭയങ്കര ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നല്ലപോലെ മൂവ് ചെയ്തൊരു വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ കാണാൻ നല്ല സ്റ്റൈലുള്ളത്. മാരുതിയുടെ ബെലേനോ, അതിന് ഫുൾ സ്റ്റൈലാണ്, സ്പോർട്സ് ലുക്കുണ്ട്, ആൾക്കാർക്കൊക്കെ സ്പീഡൊക്കെ നല്ല കയറുന്ന ടൈപ്പ് വണ്ടി. ഇതെല്ലാം കൊണ്ട് ആൾക്കാർ അതിലേക്ക് മാറി. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ അത്ര പെർഫെക്റ്റ് അല്ല. ഒരു ആക്സിഡൻറ്റ് പ്രോൺ ആയിട്ടുള്ള വെഹിക്കിളാണത്. അതിന് കൂടുതൽ സ്ട്രെങ്ത് ഇല്ല, ടെൻസൈൽ സ്ട്രെങ്ത് കുറവുള്ള വണ്ടിയാണ്. പല ആക്സിഡൻസും ബെല്ലേനോടെ സംഭവിച്ചതായിട്ട് പറഞ്ഞു. അതിനകത്ത് ആൾക്കാർ മരിക്കുന്നതായിട്ടൊക്കെ വന്നു. അപ്പം അതൊരു ഇതായിരുന്നു, ഡെഫിഷ്യൻസിയാണ് ആ പ്രൊഡക്റ്റിൻ്റെ. അതിൻ്റെ കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ മോൾഡിൻ്റെ ഡെഫിഷ്യൻസി ആ കാറിനെ എഫക്റ്റ് ചെയ്തു. ബട്ട് ദ മോഡൽ വാസ് വെരി ഗുഡ്, ബട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കുറച്ച് വീക്കായിപ്പോയി. അങ്ങനെ നമ്മുടെ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ചിനെ എഫക്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, ടാർഗറ്റിംഗ് ദ റോങ് മാർക്കറ്റ്. നമ്മൾ ഏത് മാർക്കറ്റിനെയാണ് സെലക്ട് ചെയ്യണം അതും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ നമ്മളുടെ വിശ്വാസം അത് ശരിക്കും ഓൾഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫോണാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ശരിക്കും അങ്ങനെ അല്ലായിരുന്നു. യങ്സ്റ്റേഴ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ്. യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈൽ മോഡലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ നമ്മുടെ മാർക്കറ്റ് സെലക്ഷൻ തെറ്റിപ്പോയി, നമ്മുടെ സെഗ്മെൻറ്റ് സെലക്ഷൻ തെറ്റിപ്പോയി. അതാണ് ടാർഗറ്റിംഗ് ദ റോങ് മാർക്കറ്റ്. നമ്മളപ്പോൾ അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. യങ്സ്റ്റേഴ്സിനെ വിട്ടിട്ട് ഓൾഡ് ഏജിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രമോഷൻ കൊടുക്കുന്നത്. പക്ഷേ ആ ടൈം അത് ഏത് മാർക്കറ്റാണെന്ന് മനസ്സിലായി, ഏത് സെഗ്മെൻറ്റിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ട് നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയേനെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻകറക്റ്റ് പ്രൈസിങ്. ചിലപ്പോൾ ഓവർ പ്രൈസിങ്ങും അണ്ടർ പ്രൈസിങ്ങും പറ്റും. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രയും പ്രൈസ് ആയിട്ടേ കാര്യമുള്ളൂ, ഇതിൽ കൂടുതൽ പ്രൈസ് ഇട്ടാൽ ചിലപ്പോൾ ആരും വാങ്ങില്ല എന്ന് വിചാരിക്കുമ്പം ആ പ്രൊഡക്റ്റിൻ്റെ പ്രസ്റ്റീജ് ചിലപ്പോൾ ആ പ്രൈസിന് ഡിപ്പെൻഡ് ചെയ്തായിപ്പോവും. വില കുറഞ്ഞ സാധനത്തിന് ക്വാളിറ്റി കുറവാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ആയിപ്പോവും. ചിലപ്പോൾ ഓവർ പ്രൈസിങ് ചെയ്യും, നമ്മൾ നോർമൽ പ്രൊഡക്റ്റിനേക്കാളും നല്ല ഹൈ റേറ്റിൽ അങ്ങിട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോഴും ചിലപ്പോൾ ആൾക്കാരിലേക്ക് അത് എത്തത്തില്ല. ആൾക്കാർ വിചാരിക്കും അതിന് ഭയങ്കര പ്രൈസാണ്, വേണ്ട. ഇപ്പോൾ ഒരു ആപ്പിൾ ഫോൺ എല്ലാം കൊണ്ടും നല്ലതാണ്, പക്ഷേ അതിൻ്റെ പ്രൈസ് കാരണം നമ്മൾ പലരും വാങ്ങുന്നില്ല. അതിന് പ്രൈസ് കുറച്ച് വിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്.
ബട്ട് അങ്ങനെ ഓവർ പ്രൈസിങ്ങും അണ്ടർ പ്രൈസിങ്ങും കാരണം നമ്മുടെ മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റിന് ഫെയിലിയർ സംഭവിക്കാം. വാട്ട് ആർ ദേ? ലാക്ക് ഓഫ് പ്രൊഡക്റ്റ് യുണീക്നെസ്, പുവർ പ്ലാനിങ്, poor timing, misguided enthusiasm, product efficiency, targeting the wrong market and incorrect pricing. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പം നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് ഫ്രം ഇൻട്രൊഡക്ഷൻ ടു ഡിക്ലൈൻ, എങ്ങനെ അത് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പഠിക്കുന്നത്. സോ Philip Kotler has defined product life cycle as the lifetime sales of many branded products shows a typical pattern of development known as product life cycle. ഒരു പല ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെയും ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെയാണ്, പല സ്റ്റേജുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം, ഓരോ പ്രാവശ്യം സെയിൽസും ടൈമും കൂടെയുള്ള ഗ്രാഫാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ഫേസ് ഉണ്ട്, ദെൻ ഗ്രോത്ത്, ദെൻ മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഇത് പതുക്കെ സ്ലോപ്പാണ്, അപ്വേർഡ് സ്ലോപ്പാണ്, ബട്ട് പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ ഗ്രോത്ത് സ്റ്റേജ് ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്റ്റീപ്പ് ഗ്രോത്ത്, നല്ല സ്റ്റീപ്പായിട്ട് ഗ്രോത്ത് ചെയ്യും. ബട്ട് ഇറ്റ് മെച്യൂരിറ്റി ഇറ്റ് ഈസ് ഗോയിങ് ടു ഒരു പോയിന്റിൽ അത് റീച്ചിങ് ദ ഹയസ്റ്റ് ആൻഡ് ലേറ്റർ അത് പതുക്കെ ഡിക്ലൈൻ ആയാൻ തുടങ്ങും. ആൻഡ് ഇൻ ദ ഡിക്ലൈൻ സ്റ്റേജ് ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്റ്റീപ്പ് ഡിക്ലൈൻ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഏതൊരു പ്രൊഡക്റ്റും. ആദ്യം നല്ല കയറ്റമായിരിക്കും, പിന്നെ പതുക്കെ അതിൻ്റെ റേഞ്ച് കുറഞ്ഞു വരും. സോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫേസസ് ഇതിൽ കാണാം. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത് സ്റ്റേജ് അല്ലെങ്കിൽ മാർക്കറ്റ് അക്സെപ്റ്റൻസ് സ്റ്റേജ്. അതിലാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നത്, ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. തേർഡ് വൺ മെച്യൂരിറ്റി സ്റ്റേജ്. ദെൻ ഡിക്ലൈന് മുമ്പ് ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ആ മെച്യൂരിറ്റിയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ഇല്ലേ, ഹയസ്റ്റ് ഒരു സെഗ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ടായി. പിന്നെ ലാസ്റ്റ് അബാൻമെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ടോട്ടലി അവോയ്ഡ് ചെയ്ത് നമ്മൾ വാങ്ങുന്നേ ഇല്ല എന്നാക്കുന്നു. അതാണ് അബാൻഡൻ സ്റ്റേജ്. ഇപ്പോൾ ആദ്യം നമ്മുടെ ടി വി ഒരു മറ്റേ പിക്ചർ ട്യൂബിൻ്റെ ടി വി വിചാരിച്ചു. ഇപ്പോൾ എല്ലാവരും LED LCD ടി വിസിലേക്ക് മാറി, LED മാറി LCD നിന്നും. അതിൽ ആദ്യം ടി വി വന്നപ്പോൾ പതുക്കെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് പോയി. പിന്നെ പതുക്കെ അത് ഗ്രോത്ത് സ്റ്റേജ്, എല്ലാവരും ടി വി വാങ്ങാൻ തുടങ്ങി, പിക്ചർ ട്യൂബ് ടി വി എല്ലാവരും വാങ്ങി. പിന്നെ അതൊരു മെച്യൂരിറ്റിയിലേക്ക് എത്തി. ദെൻ നമ്മളുടെ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞപ്പോഴേ LCD LED ഒക്കെ വരാൻ തുടങ്ങി. LCD വന്നപ്പോഴേക്ക് ഇത് പതുക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഡിക്ലൈൻ ചെയ്ത് അവസാനം അബാൻമെൻറ്റിലേക്ക് എത്തി. ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സ്റ്റേജസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വിത്ത് ആൻ എക്സാമ്പിളും കൂടെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ടി വിയുടെ എക്സാമ്പിൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേവറബിളായി തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ഓരോരോ സ്റ്റേജിലായിട്ട് അത് അവിടെ എന്ത് സംഭവിച്ചു എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, നൗ ദ അഡ്വാൻറ്റേജസ് ഓഫ് PLC. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് കോഷ്യസ് സ്റ്റെപ്സ്. എവിടെ എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്ന് മനസ്സിലാവും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ്, ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് പ്രൊഡക്റ്റ് പ്ലാൻസ്. എന്തൊക്കെ പ്ലാൻസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രോത്ത് സ്റ്റേജിലാവുമ്പോൾ നമ്മൾ നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ഗ്രോത്ത് അങ്ങ് ഇടിച്ച് കയറ്റണം. അതേപോലെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പതുക്കെ അഡ്വർടൈസ്മെൻറ്റൊക്കെ കൊടുത്ത് കുറച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. പ്രൈസൊക്കെ കുറച്ച് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് സാമ്പിൾസ് എല്ലാം കൊടുത്ത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. ദെൻ മെച്യൂരിറ്റി ആകുമ്പോഴേക്കും അത് നിലനിർത്താൻ വേണ്ടി നമ്മളതിൽ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സ്റ്റൻഷനൊക്കെ ചെയ്യേണ്ടി വരും. ദെൻ ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ഫ്യൂച്ചർ പ്ലാൻസ്. ഇപ്പോൾ അത് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ ആ പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്ത് വേറെ പ്രൊഡക്റ്റിലേക്ക് മാറും, ഇതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ ദീസ് ആർ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് PLC. ഇപ്പം നേരത്തെ ഞാൻ പല സ്റ്റേജസ് പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈൻ ആൻഡ് അബാൻഡ്മെൻറ്റ്. ഇതിന് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു, തുടക്കമാണ്. അതിനെ പൈനിയറിങ് സ്റ്റേജ് എന്നും നമുക്ക് പറയാം. അവിടെ കോമ്പറ്റീഷനൊന്നും ഉണ്ടാവില്ല, ഒരു പ്രൊഡക്റ്റിന് കോമ്പറ്റീഷനൊന്നും ഉണ്ടാവില്ല. ബട്ട് ഹെവി കോസ്റ്റ് ആയിരിക്കും ഫോർ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിങ് നല്ലപോലെ വേണ്ട സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ ഹെവി കോസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചെറിയൊരു സ്ഥലത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ.
കുറച്ചായിട്ടല്ലേ എന്ന് വെച്ചാൽ ആൾക്കാർ വാങ്ങുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മുടെ സെയിൽസ് പതുക്കെ കൂടുള്ളൂ. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, അപ്പോൾ സെയിൽസ് പതുക്കെ കൂടുള്ളൂ. അതുകൊണ്ട് പ്രോഫിറ്റും ഭയങ്കര ലോ ആയിരിക്കും. ആൻഡ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ മൊത്തം ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫേ നശിക്കും. പക്ഷെ നമുക്ക് അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിനും ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ടാവരുത്. ഓക്കെ, ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ അഡ്വർടൈസിങ് കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ്റെ പീരീഡ് ഷോർട്ടൻ ചെയ്യണം. പെട്ടെന്ന് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പതുക്കെ ചെയ്യാതിരിക്കുക. ന്യൂ പ്രൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യണം. അതേപോലെ പ്രമോഷനും ഡിസ്ട്രിബ്യൂഷനും ഹൈ അറ്റൻഷനും കൊടുക്കണം. ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. നെക്സ്റ്റ് ഗ്രോത്ത് ഓർ മാർക്കറ്റ് അക്സെപ്റ്റൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞു. ഇതിൽ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. മറ്റേതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷേ ഇവിടെ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരിക്കണം. ഒരു ഡിലേ ഉണ്ടാവരുത്. അതേപോലെ സപ്ലൈ എക്സീഡ് ചെയ്യണം. ഡിമാൻഡ് നമ്മുടെ സപ്ലൈനേക്കാളും കൂടുതൽ വരണം. എപ്പോഴും ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കർവ്സ് കിട്ടത്തുള്ളൂ, പ്രോഫിറ്റ് ആവാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ മാനുഫാക്ചറിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സക്സസ് ഈ സ്റ്റേജിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി കൂട്ടുക. ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക, പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് പുതിയത് ആഡ് ചെയ്യുക, പുതിയ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക് കയറണം. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കൂട്ടണം. ആൻഡ് ഓൾസോ പ്രൈസ് നല്ലപോലെ കുറയ്ക്കാം. പ്രൈസ് നല്ലപോലെ കുറച്ച് കുറേ ആൾക്കാരിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാം. ഇൻക്രീസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ടു. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഗ്രോത്ത് സ്റ്റേജിൽ ചെയ്യുന്നത്. ഇനി മെച്യൂരിറ്റി സ്റ്റേജിലാണെങ്കിലും, മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ നമുക്ക് ഫേസ് ചെയ്യും. പല മാർക്കറ്റുകളും പല സെയിം പ്രൊഡക്റ്റിൻ്റെ തന്നെ. ഇപ്പം നമ്മളൊരു ഷാമ്പു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഷാമ്പുവിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജ് എത്തിയെന്ന് വെച്ചാൽ അതേപോലത്തെ പല ഷാമ്പു കമ്പനീസ് ഉണ്ടാവും, കോസ്മെറ്റിക് കമ്പനീസ് ഉണ്ടാവും. സോ ദർ വിൽ ബി ഹൈ ഓർ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ഇൻ സ്റ്റേജ്. അപ്പോൾ നമ്മുടെ സെയിൽസ് ഗ്രോത്ത് പതുക്കെ ഒന്ന് കുറയാൻ തുടങ്ങും. എന്നുവെച്ചാൽ മെച്യൂരിറ്റി എത്തിപ്പോയി. അപ്പം പതുക്കെ കുറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഒന്ന് കുറച്ച് പിന്നെയും കയറാൻ നോക്കണം. നമ്മൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കേണ്ടി വരും ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി. ഇപ്പോൾ ഷാമ്പൂലാണെങ്കിൽ തന്നെ 50% സേവ് 50% അല്ലെങ്കിൽ എക്സ്ട്രാ 250 ഗ്രാം എന്നൊക്കെ പറഞ്ഞ് എഴുതി വരാറില്ലേ? അതെല്ലാം നമ്മുടെ എക്സ്ട്രാ കോസ്റ്റാണ്. നമ്മൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടുകയാണ്, ബട്ട് വി കാൺ ചാർജ് മോർ ഫോർ ദ പ്രൊഡക്റ്റ്. ഷാമ്പൂവിൻ്റെ 500 ഗ്രാമിൻ്റെ 250 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണെങ്കിൽ അതിൽ നമ്മൾ 5 ഗ്രാമും കൂടെ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കും. അതിൽ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, നമ്മൾ ഷാമ്പൂലൊക്കെ കാണാറുണ്ട്. അതതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതെന്തിനാ? കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് നേരത്തെ വാങ്ങിച്ച അതേ പ്രൈസിൽ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നല്ലോ എന്നൊരു മിസ്കൺസെപ്ഷനാണ്. ശരിക്കും ക്വാണ്ടിറ്റി ഒന്നും കൂടുതലുണ്ടാവില്ല, കുപ്പിയുടെ സൈസേ ചിലപ്പോൾ കൂടിക്കാണുള്ളൂ. ബട്ട് മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിനെയാണ് നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക. അതേപോലെ കറൻറ്റ് കസ്റ്റമേഴ്സ് കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ ന്യൂ യൂസേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ന്യൂ യൂസേഴ്സിനെ കണ്ടുപിടിക്കുക, അഡ്വർടൈസ്മെൻറ്റിൽ ഭയങ്കര എംഫസൈസ് ചെയ്യുക, ആൻഡ് ഓൾസോ ഡിസ്കവർ ന്യൂ യൂസേഴ്സ് ഫോർ ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് തന്നെ പല യൂസേഴ്സും കൂടെ കണ്ടുപിടിക്കുക. ദീസ് ആർ സം ഓഫ് ദി മെത്തേഡ്സ് ഇൻ വിച്ച് വി ക്യാൻ introduce or make that product at a maturity stage. Then next one, saturation stage എന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ് കോൺസ്റ്റൻ്റ് ആയി, ഇനി ഒരു കസ്റ്റമറും പുതിയതായി ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയാനില്ല. അപ്പം നമ്മൾ ഈ സ്റ്റേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗുഡ്സിനെ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ സെയിൽസ് പീക്കിലെത്തി. അപ്പം അതിന് പകരം അതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുക. ഇനി ഒരു സെയിൽസ് ഇൻക്രീസിങ്ങിന് സ്ട്രാറ്റജി ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്യുക, പാക്കേജൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക, റീപ്രൈസ് ചെയ്യുക പ്രൊഡക്റ്റിന്. അതേപോലെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ നോക്കുക. ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സെയിൽസ് നടക്കും. അത് മെച്യൂരിറ്റിയാണ്, അതിൻ്റെ ലൈഫിൻ്റെ
പ്രൊഡക്റ്റിനെ ഇനി ഡിക്ലൈനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ്? കട്ടിങ് ഓൾ കോസ്റ്റ് ടു ദ ബേസ് മിനിമം. നമ്മൾ ഹൈ കോസ്റ്റ് വെച്ചിരുന്ന പ്രൊഡക്റ്റിനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കോസ്റ്റൊക്കെ കുറച്ച് മിനിമം ബേസ് ലെവലിൽ ഇട്ട് കൊടുക്കുക. ചിലപ്പം ഡിക്ലൈൻ സ്റ്റേജിൽ നിന്ന് ഇവർ റിവൈവ് ചെയ്യും. ദെൻ ഇംപ്രൂവിങ് ദ പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷണൽ ബേസ് മാറ്റുക. പല യൂസ് ആ പ്രൊഡക്റ്റിന് കൊടുക്കുക. ഇപ്പോൾ ഒരു ഷാമ്പു തന്നെയായിരുന്നെങ്കിൽ ആ ഷാമ്പു ഡിക്ലൈൻ സ്റ്റേജ് എത്തിയെങ്കിൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടൊരു കാർ വാഷോ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സ് വാഷോ ഒക്കെ ആയിട്ട് മോഡിഫൈ ചെയ്യാം. ദെൻ എൻഷുറിങ് ദാറ്റ് ദ മാർക്കറ്റിംഗ് ആൻഡ് ദ പ്രൊമോഷണൽ പ്രോഗ്രാംസ് ആർ ആസ് എഫിഷ്യൻ്റ് ആസ് പോസിബിൾ. ഇവിടെ മാർക്കറ്റിങ്ങും പ്രൊമോഷൻ പ്രോഗ്രാംസ് അങ്ങ് കൂടുതലാക്കി കൊടുക്കുക. പ്രൈസ് കുറച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസസൊക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിൽ നിന്നൊരു പ്രൊഡക്റ്റിനെ സേവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഡിക്ലൈനും ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് എ അബാൻഡ്മെൻറ്റ് സ്റ്റേജ്. ദിസ് ഇസ് സ്റ്റേജ് അറ്റ് വിച്ച് ദ പ്രൊഡക്റ്റ് ബിക്കംസ് ടോട്ടലി ഔട്ട് ഓഫ് ഡേറ്റ്. ആ മാർക്കറ്റിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മൊത്തത്തിൽ പോകുന്ന സ്റ്റേജ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ മാനേജ്മെൻറ്റും ആ പ്രൊഡക്റ്റിനെ വിടും. ഇനി അതിന് പ്രൊഡക്ഷൻ ചെയ്യത്തില്ല, സെയിൽ നടത്തില്ല. ദേ വിൽ ചേഞ്ച് ടു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പിന്നെയും ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യും, ഇതേ സ്റ്റേജസിലൂടെ പാസ് ചെയ്യും. ലേറ്റർ അതും ഡിക്ലൈൻ ചെയ്യും. ദിസ് ഈസ് ദ പ്രോസസ്സ്. സോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ എല്ലാ സ്റ്റേജസും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൽ നിന്ന് റിവൈവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായി പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പം എക്സാംസ് നടത്തുമ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എവറിബഡി ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സെഷൻ. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു the advantages I have discussed. So I think that today we can end the session and we can start next session with the branding. Okay, for today I am ending my session and thank you. എല്ലാവരും അസൈൻമെൻറ്റ് വയ്ക്കുക.